ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശിയുടെ ഫോണിലേക്ക് രേവതിക്കുട്ടി വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അലീന ചേച്ചിനെ ചോദിക്കുകയാണ്. അപ്പോൾ മോളെ, ഞാൻ അവിടെ അല്ല, ഞാൻ കൊല്ലപ്പള്ളിയിലാണ്, എന്നെ കൊല്ലപ്പള്ളി ഉണ്ടാക്കി. അയ്യോ, മുത്തശ്ശി അങ്ങോട്ട് വന്നു. അപ്പോൾ അലീന ചേച്ചിയോ? അലീന വീട്ടിലാണ്. എൻ്റെ മോളുണ്ടല്ലോ വായിച്ച, അവൾ ചതിച്ചതാ എന്ന് പറയട്ടോ. ഓ, മുത്തശ്ശിയുടെ മോൾ ആരെയാ ചതിക്കാത്തത്? ആരെ? അവൾ ആരെ ചതിച്ചു? അലീന ചേച്ചിനെ ചതിച്ചില്ലേ? എന്ത് എന്ത് വെച്ചു എന്ന് ചോദിക്കണം കേട്ടോ മുത്തശ്ശി. അപ്പോൾ പറയുന്നുണ്ട്, അല്ല, ആങ്ങളെന്നെ വിളിച്ച് വരുത്തി പിടിച്ച് വലിച്ച് പുറത്താക്കിയില്ലേ എന്ന് ചോദിക്കുകയാണ്. അത് ചതിയല്ലല്ലോ മോളെ, അവള് ചെയ്തത് തെറ്റാണ് എന്ന് പറയാണ് കേട്ടോ. പിന്നെ ബാലേന്ദ്ര സാറിനെ ചതിച്ചില്ലേ? ബാലേന്ദ്ര സാറിനെ എന്ത്? ബാലേന്ദ്രൻ സാറിനെ എങ്ങനെ ചതിച്ചു എന്നാ മോള് പറയുന്നത് ചോദിക്കും കേട്ടോ. അതൊന്നും പറയൂല, പക്ഷെ ചതിച്ചു എന്ന് പറയട്ടോ. എൻ്റെ ദൈവമേ, ഞാൻ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? എന്തൊക്കെ കേൾക്കണേ വയസ്സാം കാലത്ത് എനിക്ക്. അതെ, മോൾക്ക് അലീനയല്ലേ വേണ്ടത്? അലീന അവിടെയാണ് ഉള്ളത്, കൊല്ലപ്പള്ളിയിൽ. അവിടേക്ക് വിളിക്ക്. അവിടേക്ക് ആരെ ഫോണിൽ വിളിക്കാനായിട്ട്? അവിടേക്ക് വിളിക്കാൻ വല്ല നമ്പറും ഉണ്ടോ? വിളിച്ചാൽ തന്നെ കിട്ടുമോ? എന്തായാലും മുത്തശ്ശി ഫോൺ കൊണ്ടുവന്നല്ലേ എന്ന് ചോദിക്കേണ്ട. മുത്തശ്ശിക്ക് അലീന ചേച്ചിക്ക് കൊടുക്കായിരുന്നില്ലേ ഫോൺ ചോദിക്കാൻ കേട്ടോ. ഇത് മണിക്കുട്ടിന് എനിക്ക് മേടിച്ചെന്ന ഫോണാണ്, പക്ഷേ അത് അലീന ചേച്ചിക്കും കൂടെ വേണ്ടിയിട്ടാണ് അത് മേടിച്ചത്. ആണോ? അതെന്നോട് പറഞ്ഞിട്ടില്ല, അലീനയും പറഞ്ഞില്ല. ചില കാര്യങ്ങൾ പറയാതെ മനസ്സിലാക്കണ്ടേ മുത്തശ്ശിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അലീന ചേച്ചി പറയാതെ അറിഞ്ഞു തന്നെയല്ലേ ചെയ്തു തന്നിരുന്നത് എന്ന് ചോദിക്കുകയാണ്. അത് ശരിയാ, അവള് എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിരുന്നു, എന്നെ എന്ത് നന്നായി നോക്കിയിരുന്നത് അവള് എന്ന് പറയണേ. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത്, ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ അവൾക്ക് ഈ ഫോൺ കൊടുത്തോളാം കേട്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ മുത്തശ്ശിക്ക് അവിടെ കൊല്ലപ്പള്ളിയിൽ വന്നിട്ട് വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? ഓ, ഇവിടെ എന്ത് പറയാനാ മോളെ, അവൾ എന്നെ എന്തോരം നല്ലോണം നോക്കിയിരുന്നാണ് അലീന. ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? മുത്തശ്ശി വിഷമിക്കൊന്നും വേണ്ട, അലീന ചേച്ചി അവിടെ ഉണ്ടല്ലോ, മുത്തശ്ശീനെ അലീന ചേച്ചി ഉപേക്ഷിക്കൊന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാനേ. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് അലീന ബാലേന്ദ്രന് ഫുഡും കൊണ്ടുവരികയാണ്. അച്ഛൻ ഇങ്ങനെ വാതിൽ ലോക്ക് ചെയ്തിട്ട് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ, തുറന്നു തന്നില്ലെങ്കിൽ എനിക്ക് ഈ ഫുഡ് ഇങ്ങനെ അകത്തേക്ക് വെക്കാൻ പറ്റില്ല കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഫുഡൊക്കെ വിളമ്പി കൊടുക്കുകയാണ്. ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്. നീ കഴിച്ചോ? ഇല്ല, ഞാൻ കഴിച്ചിട്ടില്ല, കഴിച്ചോളാം എന്ന് പറയുകയാണേ. അപ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് വായം കൊണ്ട് ചെല്ലാണ് കേട്ടോ അലീന. അപ്പോൾ ചെവിക്ക് പിടിച്ച് തിരുമുന്നുണ്ട്, എന്നിട്ട് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. വലിയ കുട്ടിയായി, കുഞ്ഞുകുട്ടിയാണെന്നാണ് വിചാരം എന്ന് പറയും. അതിനുശേഷം അച്ഛൻ്റെ ഫോണൊന്ന് തരും. ആരെ വിളിക്കാനാ? എനിക്ക് രേവതിക്കുട്ടീനെ ഒന്ന് വിളിക്കണം, കുറേ നാളായി സംസാരിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് രേവതിക്കുട്ടീനെ ഫോൺ ചെയ്യാൻ കേട്ടോ. അങ്ങനെ രേവതിക്കുട്ടി ചോദിക്കും, ഇത് ആര് നമ്പറാ ചേച്ചിന്ന് ചോദിക്കുന്നത്. ബാലേന്ദ്ര സാറിൻ്റെ നമ്പറാന്ന് പറയും. ഇവിടെ ഉണ്ടായ കോലാഹലങ്ങൾ വല്ലത് അറിയുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണെ. എന്താ ചേച്ചി, ഞാൻ മുത്തശ്ശിയുടെ നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ചേച്ചി ഉണ്ടായിരുന്നില്ലല്ലോ, മുത്തശ്ശിനെ കൊണ്ടുവന്നാക്കിയില്ലേ? മുത്തശ്ശിനെ കൊണ്ടുപോയി, ഇവിടെ കുറേ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറയും കേട്ടോ. എന്താ പ്രശ്നങ്ങൾ? അതൊക്കെ ഞാൻ പിന്നെ പറയാം. എന്തായാലും ഇപ്പോഴത്തെ താപനില എത്രയാണ് അവിടത്തേന്ന് ചോദിക്കും. താപനില അപ്സ്റ്റേഴ്സിൽ കുഴപ്പമൊന്നുമില്ല, ശൈത്യമാണ്, വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് തണുത്ത മട്ടിലാണ് പോകുന്നത്. പക്ഷെ താഴെ ഇടിയും പെരുമഴയും കൊടുങ്കാറ്റും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയട്ടോ. ആണോ? വേറെ സംഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അതിപ്പോൾ പറയാൻ പറ്റില്ല, ഞാൻ പിന്നെ പറയാം. ഇത് ബാലേന്ദ്ര സാറിൻ്റെ ഫോണല്ലേ, കൊതിന്നോണേയും പറയാൻ പറ്റിയ ഫോണല്ലോ. അങ്ങനത്തെ ഫോണുകളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഫോണുകളൊക്കെ ഉണ്ട്. ചേച്ചി എൻ്റെ വിശേഷമൊന്നും ചോദിച്ചില്ലല്ലോ, ഞാൻ കോളേജിൽ പോയി തുടങ്ങി. നീ ആളെ കൊള്ളാലടി, നീ എങ്ങനെ തൊപ്പിച്ചു? അതൊക്കെ ഞാൻ ഒപ്പിച്ചു എന്ന് പറയട്ടോ. എന്നാൽ ശരി, ഞാൻ പിന്നെ വിളിക്കാട്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുകയാണേ. എന്നിട്ട് കൊണ്ടു കൊടുക്കുകയാണ്. നിനക്ക് ഫോണില്ലല്ലേ? ഫോൺ വാങ്ങണ്ടേ? വാങ്ങണം, ഒരു ചെറുത് വാങ്ങണം. ഞാൻ മുത്തശ്ശിയുടെ ഫോണല്ലേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പോൾ മുത്തശ്ശി പോയില്ലേ. ചെറുതെന്ന് പറയുമ്പോൾ 1500 രൂപ വരെ അല്ലേ ചോദിക്കും. അത് മതിയല്ലോ എന്ന് ചോദിക്കാന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കഴിഞ്ഞ ശേഷം പിന്നീട് കോണിമ്പല്ലടിക്കുന്ന സമയത്ത് അലീന ചെന്ന് നോക്കാണ് കേട്ടോ പിറ്റേ ദിവസം. അപ്പോൾ നോക്കുമ്പോൾ ബാലേന്ദ്രനും കൃഷ്ണമോളും കൂടെ പുറത്ത് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ വരികയാണേ. അപ്പോൾ കൃഷ്ണമോള് പറയും, ചേച്ചിക്ക് ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് പറയും കേട്ടോ. സർപ്രൈസോ? എന്താ? അത് പറയൂല. പറയൂലേ? അതെന്താ ചോദിക്കട്ടോ. അപ്പോഴേക്കും ബാലേന്ദ്രൻ വിളിക്കാൻ കേട്ടോ, അലീന ഇങ്ങോട്ട് വാ എന്ന് പറയും. അങ്ങനെ ചെല്ലുമ്പോൾ ഒരു കവറെടുത്ത് കൊടുക്കാണ് കേട്ടോ അലീനയുടെ കയ്യിൽ. ഇതെന്താ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ തുറന്നു നോക്ക് എന്ന് പറഞ്ഞിട്ട് തുറന്നു നോക്കുമ്പോൾ അതിലൊരു മൊബൈൽ കേട്ടോ. അത് കാണുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവേ. എന്നിട്ട് അലീന ഇങ്ങനെ ഭയങ്കര ചിരിച്ചും കൊണ്ട് അതൊക്കെ തുറക്കാണ്. ഇത് പിടിച്ചോ, ഇനി അച്ഛൻ്റെ ഫോണൊന്ന് തായോ, രേവതിക്കുട്ടിക്ക് വിളിക്കാനാണ്, മാമാട്ടിക്കുട്ടിക്ക് വിളിക്കാനാണെന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് എൻ്റെ ഫോൺ ചോദിച്ച് വന്നേക്കരുത് കേട്ടോ എന്ന് പറയുകയാണേ.
അങ്ങനെ അലീന ചിരിച്ചും കൊണ്ട് ആ ഒരു ഫോൺ ഇങ്ങനെ എടുത്ത് നോക്കുകയാണേ. തുറന്നു നോക്കാനായിട്ട് കുറേ ശ്രമിക്കുന്നുണ്ടെങ്കിലും അറിയുന്നില്ല. അപ്പോൾ കൃഷ്ണമോള് തിരിച്ച് വാങ്ങിക്കും കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ഓപ്പൺ ചെയ്യാൻ പോലും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ ഫോൺ ഇങ്ങനെ നോക്കിയിട്ട് പറയാം, ഇഷ്ടമായ ഫോൺ? പിന്നെ എൻ്റെ അച്ഛൻ തന്ന ഫോണല്ലേ, എൻ്റെ അച്ഛൻ എനിക്ക് എന്ത് തന്നാലും അത് പൊന്നാന്ന് പറയും കേട്ടോ. എന്നിട്ട് പറയും ഇതിനാണല്ലേ രണ്ടുപേരും കൂടെ നുണ പറഞ്ഞിട്ട് പുറത്തേക്ക് പോയത്? നോണേ എന്ത് നോണ? ചെക്കപ്പിനാണെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയി ആണോ? എന്നിട്ട് എന്ത് പറഞ്ഞു ഡോക്ടർ എന്ന് ചോദിക്കുകയാണേ. അത് ഡോക്ടർ പറഞ്ഞു മെഡിസിൻ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു, എക്സസൈസ് വേണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു എന്ന് പറയട്ടോ. പിന്നെ കൃഷ്ണമോള് പറയണ വേറെ 2 കാര്യം കൂടെ പറഞ്ഞു. എന്ത്? പീസ് ഓഫ് മൈൻഡ്. ഇവിടെ ഇല്ലാത്ത സാധനമാണ് മനസ്സമാധാനം എന്ന് പറയാണ്. അതിപ്പോൾ കൊടുക്കാൻ നമുക്ക് കഴിയില്ലല്ലോ, ഇവിടെ ഉള്ളവരോട്ട് കൊടുക്കാനും പോകുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കാൻ പറഞ്ഞു. എന്ത് കാര്യം? വറുത്ത സാധനങ്ങൾ, പൊരിച്ച സാധനങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളാണ് ഒഴിവാക്കാൻ പറഞ്ഞത് എന്ന് പറയും. അപ്പോഴേക്കും കൃഷ്ണമോള് ബാലേന്ദ്രൻ്റെ അടുത്ത് വന്നുകൊണ്ട് ബാലേന്ദ്രൻ തലയെ തൊട്ടിട്ട് പറയും ടെൻഷൻ ഒഴിവാക്കാൻ പറഞ്ഞു. അത് ഈ തല നിറച്ച് ടെൻഷനാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തലയിൽ പിടിക്കുകയാണേ. അപ്പോൾ നമ്മൾ ബാലേന്ദ്രൻ അലീനോട് ചോദിക്കുന്നു ഇതൊക്കെ കേട്ടിട്ട് എന്ത് തോന്നുന്നു, രക്ഷപ്പെടുമോ? അപ്പോൾ അലീന പറയും നമുക്ക് നോക്കാന്നേ എന്ന് പറയും, ശ്രമിച്ച് നോക്കാം. അപ്പോൾ കൃഷ്ണമോള് പറയും അതെ ഞാനും അലീന ചേച്ചിയും കൂടിയിട്ട് മനസ്സമാധാനം കുറച്ച് പീസായിട്ട് കട്ട് ചെയ്തിട്ട് മുകളിലേക്ക് കൊണ്ടുതരാം. അപ്പോൾ അച്ഛൻ്റെ ടെൻഷൻ കുറച്ച് ഞങ്ങൾക്ക് തന്നാൽ മതി, ഞങ്ങളത് എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞാലും ഒന്ന് പോടി എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ എഴുന്നേക്കാണ്. എന്നിട്ട് പറയും നീയൊന്ന് കരുതിയിരുന്നോട്ടോ എന്ന് പറയട്ടെ. എന്താ? അതെ ഇവിടെ പടയും പട്ടകളൊക്കെ വരാൻ പോകുന്നുണ്ട്. പടയും പട്ടോളം അതാര് എന്ന് ചോദിക്കും കേട്ടോ. അല്ല വൈജയന്തിയുടെ ബന്ധുക്കളൊക്കെ ഇവിടേക്ക് വരാനുള്ള സാധ്യതയുണ്ട്, കൊല്ലപ്പള്ളിയിലെത്തും, ഇവിടെ എത്തും എന്ന് പറയാണ്. അപ്പോൾ അലീനയ്ക്ക് വിഷമാവാണ്. അപ്പോൾ കൃഷ്ണമോള് ചോദിക്കും എന്തിന് അലീനയെ പറഞ്ഞയക്കാൻ എന്ന് പറയട്ടോ. അലീന ചേച്ചി അവരുടെ തലയിലൊന്നല്ലല്ലോ ഇരിക്കുന്നത്, എൻ്റെ തലയിലിരിക്കുന്നതാണെന്നാണല്ലോ അവരുടെ വിചാരം, അതുകൊണ്ട് എന്ന് പറയട്ടോ. ഇങ്ങോട്ട് വരട്ടെ എന്ന് കൃഷ്ണമോളും പറയും. മോളെ ആ ഫോൺ ചാർജിലിട്ടോട്ടാന്ന് പറഞ്ഞു കണ്ട് ബാലേന്ദ്രൻ പോവും. അത് കഴിഞ്ഞതിന് ശേഷം അലീനയും കൃഷ്ണമോളും കൂടിയിട്ട് ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. ബാലേന്ദ്രൻ എന്തോ പറയാനുണ്ടല്ലോ. അത് പിന്നെ അലീന ചേച്ചിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്ത്? അലീന ചേച്ചിക്ക് എറണാകുളത്തോട്ട് പോകണമെന്ന്. എറണാകുളത്തോട്ടോ എന്ന് ചോദിക്കാനിട്ടെ. എന്തായാലും അകത്തേക്ക് വായോ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വിളിക്കുകയാണേ. എന്നിട്ട് പറയും എന്താ എറണാകുളത്തോട്ട് പോകാനായിട്ട് എന്ന് ചോദിക്കട്ടോ. രേവതിക്കുട്ടീനെ ആയിട്ട് സംസാരിച്ചിട്ട് കുറേ നാളായി, അതിനല്ലേ ഇപ്പം എൻ്റെ ഫോൺ മേടിച്ച് സംസാരിച്ച് എന്ന് പറയും. പോരാത്തതിന് ഇനിയിപ്പോൾ നിനക്ക് നിൻ്റെ ഫോൺ ഉണ്ടല്ലോ, അതിന്ന് വിളിച്ച് സംസാരിക്കാമല്ലോ എന്ന് പറയും കേട്ടോ. അല്ല നേരിട്ട് കണ്ട് സംസാരിച്ചിട്ട് എന്ന് പറയട്ടോ. അപ്പോൾ കൃഷ്ണമോള് പറയും ഈ ആഴ്ച അല്ല അച്ഛാ, അടുത്ത ആഴ്ച എങ്ങാനും മതി, 2 ദിവസം എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അതിന് നീ എന്താ വക്കാലത്ത് പിടിക്കുന്നത്, ഇവളെ വക്കാലത്ത് എന്തിനാ നീ പിടിക്കുന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ. അല്ല അത് പിന്നെ. അപ്പം കൃഷ്ണമോള് പറയാണ് അതെ അലീന ചേച്ചി പോകുമ്പോൾ ഞാനും കൂടെ എന്ന് പറയട്ടോ. മിണ്ടരുത് നീ എത്ര ക്ലാസ് മിസ് ചെയ്തു, എന്നിട്ടിപ്പോൾ അലീന ചേച്ചിയുടെ കൂടെ പോകാൻ നിൽക്കുകയാണോ? അപ്പോൾ വെള്ളിയാഴ്ച പോയാൽ മതി, ഇനി ക്ലാസ് മിസ് ചെയ്യൂല, വെള്ളിയാഴ്ച ഈവനിങ്ങിന് പോയിട്ട് സൺഡേ ഈവനിങ്ങിന് വരാം എന്ന് പറയാം കേട്ടോ. അത് വേണ്ട, നീയേ ആ 2 ദിവസം കൊണ്ട് വേണം പോയ ആ ക്ലാസ് മിസ്സായതൊക്കെ പഠിച്ചു തീർക്കാനായിട്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ അലീന പറയും ഞാൻ പറഞ്ഞില്ലേ സമ്മതിക്കൂല എന്ന് പറയട്ടോ. അപ്പോൾ കൃഷ്ണമോൾക്ക് ദേഷ്യം വന്നിട്ടോ. അപ്പോൾ ആ കൃഷ്ണമോൾ ഇങ്ങനെ ദേഷ്യത്തോട് കൂടിക്കുമ്പോൾ അലീനോട് ബാലേന്ദ്രൻ പറയണം അതെ ഇവളെ സൂക്ഷിക്കണം കേട്ടോ, കരഞ്ഞും കാല് പിടിച്ചും അഭിനയിച്ചൊക്കെ ഇവള് കാര്യം സാധിച്ചെടുക്കും, ഇവളങ്ങനെയാണ് എന്ന് പറയട്ടോ. കൃഷ്ണമോളെ നോക്കിയിട്ട് കൃഷ്ണമോൾ വാ ചേച്ചി നമുക്ക് പോകാം എന്ന് പറയട്ടോ. അപ്പോൾ നിനക്ക് ഫോൺ യൂസ് ചെയ്യാൻ അറിയുമോ എന്ന് ചോദിക്കാനായിട്ട് അലീനയോട്. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാമെന്ന് പറയും. വേണ്ട ഞാൻ കാണിച്ചു കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അലീനയെ വിളിച്ച് പോകുകയാണേ. അപ്പോൾ അലീന വീട്ടിൽ ചോദിക്കുന്നുണ്ട് അല്ല എറണാകുളത്തോട്ട് പോകേണ്ട കാര്യം. പോയിക്കോ എന്ന് പറയട്ടോ ബാലേന്ദ്രൻ. അങ്ങനെ 2 പേരും കൂടെ പോവുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കമല ശിവനെ വിളിക്കുകയാണ് കേട്ടോ. ശിവേട്ട സംസാരിക്കാൻ പറ്റുമോ? ഇപ്പോൾ സംസാരിച്ചോ, കുഴപ്പമൊന്നുമില്ല. ശിവേട്ടൻ എന്ത് തീരുമാനിച്ചു? വരേണ്ട കാര്യമൊന്നും ആയിട്ടില്ല. അയ്യോ എന്തത് ഇത്ര സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യം ആയിട്ടില്ല എന്നാണ് ഇപ്പോഴും പറയുന്നത്. എടി രാജീവനും എനിക്കും കൂടെ ഒരുമിച്ച് വരേണ്ട ഒരു ദിവസം കിട്ടണ്ടേ, അതുകൊണ്ടാണ് എന്ന് പറയട്ടെ. ഇവിടെ പ്രശ്നങ്ങൾ ഓരോ ദിവസം കൂടുന്തോറും വഷളായിക്കൊണ്ടിരിക്കുക. വൈജ ശിവേട്ടനെ വിളിച്ചിരുന്നോ എന്ന് ചോദിക്കുകയാണേ. അവളെന്നെ വിളിച്ചിരുന്നു എന്ന് പറയട്ടോ. എന്നിട്ട് എന്ത് പറഞ്ഞു? അവള് ബാലേന്ദ്രൻ തിരിച്ചു വന്ന കാര്യം, അലീനെ ദത്തുപുത്രിയാക്കിയ കാര്യവും അലീനെ തലയിൽ വെച്ചുകൊണ്ട് കിടക്കുന്ന കാര്യമൊക്കെയാണ് പറഞ്ഞതെന്ന് പറയട്ടോ. എന്നിട്ട് ശിവേട്ടൻ എന്ത് തോന്നാൻ, അവിടെ വന്നിട്ട് 2 എടുത്ത് തേരണ്ടി വാലിനിട്ട് അടിച്ച് കടലേക്ക് വലിച്ചെറിയാനാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയുകയാണേ.
പക്ഷേ ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ, അവിടേക്ക് വരണ്ടേ എന്ന് പറയുകയാണെ. അത് എത്രയും പെട്ടെന്ന് വരണം ശിവേട്ട, അല്ലെങ്കിൽ കണ്ടില്ലേ ഇപ്പോൾ വൈജി ചെയ്തത്, അമ്മേനെ ഇവിടെ കൊണ്ട് തള്ളിപ്പോയില്ലേ അവള്. ഇനിയിപ്പോൾ അവളും പിള്ളേർ ഇങ്ങോട്ട് താമസം മാറ്റും. ശിവേട്ടൻ അവർക്ക് ചിലവിന് കൊടുക്കേണ്ടി വരും. അങ്ങനെ അവൾ പറഞ്ഞു. ചിലവിന് കൊടുക്കണം എന്നൊന്നും പറഞ്ഞില്ല, പക്ഷേ ഈ തറവാട് ഭാഗം വെച്ചിട്ടില്ല എന്ന് അവൾ പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണ്? അവൾക്കും മക്കൾക്കും ഈ വീട്ടിൽ താമസിക്കാനുള്ള അവകാശം ഉണ്ടെന്നല്ലേ എന്ന് ചോദിക്കും കേട്ടോ. അങ്ങനെയൊക്കെ അവൾ പറഞ്ഞു. ആ പറഞ്ഞു. ആണോ? ഇതിപ്പോൾ ബാലേന്ദ്രനും വൈജയും തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ ഇടയിൽ നമ്മളാണല്ലോ വിട്ടുപോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ശിവേട്ടനോട് പറഞ്ഞത് എത്രയും പെട്ടെന്ന് വന്ന് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം. അല്ലാതെ ഇതിങ്ങനെ നിസ്സാരമായിട്ട് കണ്ടിട്ട് കാര്യമില്ല. പ്രശ്നങ്ങൾ ഓരോ ദിവസം കൂടി വഷളായിക്കൊണ്ടിരിക്കണം. ആ ബാലേന്ദ്രനെ രണ്ടും കൽപ്പിച്ചാണ് നടക്കുന്നത്. അപ്പം നമ്മളും കൂടി ഒരു തിരിച്ചടി കൊടുക്കണ്ടേ? അപ്പം ശിവൻ പറയണേ എന്തായാലും വരട്ടെ, ഞാനും രാജീവനും കൂടെ ഒരുമിച്ചൊരു ദിവസം വരാം. ഇതങ്ങനെ വെറുതെ വിടാനൊന്നും തീരുമാനിച്ചിട്ടില്ല. വൈജയ്ക്ക് 3 ആങ്ങളമാരുണ്ട് എന്നൊക്കെ അയാൾ പറയുന്നുണ്ടേ. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് അലീന ഭക്ഷണം വിളമ്പാണ്. ഫുഡ് എല്ലാവർക്കും എടുത്തു വയ്ക്കുന്ന സമയത്ത് മോളെ അവരെ പോയിട്ട് വിളിച്ചിട്ട് വന്ന് പറയട്ടോ. അവർ വിളിച്ചാൽ വരുമോ ചേച്ചി? ഞാൻ വിളിച്ചാലല്ലേ വരാത്തുള്ളൂ, മോള് വിളിച്ചാൽ വരും. എന്നോട് ഇപ്പോൾ ദേഷ്യമൊന്നും കാണൂല, ചെറിയൊരു പിണക്കം അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. മോള് പോയി വിളിച്ചിട്ട് വായോ എന്ന് പറയട്ടോ. അങ്ങനെ വിളിക്കാൻ ചെല്ലുമ്പോൾ വൈജിയും ബാബിതയും അതുപോലെ രോഹിത്തും കൂടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അലീന ചേച്ചി ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, ആരെണ്ണച്ച് വന്നാൽ കഴിക്കുകയെന്ന് പറയട്ടോ. അപ്പോൾ വൈജയന്തി പറയും അവളുണ്ടാക്കിയ ഫുഡ് ആർക്ക് വേണം? നീ തന്നെ കഴിച്ചാൽ മതി, ഞങ്ങൾക്ക് ആർക്കും വേണ്ട അവളുണ്ടാക്കിയ ഫുഡ് എന്ന് പറയട്ടോ. അപ്പോൾ വൈജയന്തി ഇങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് മൂദേവി എന്ന് പറയട്ടോ. അമ്മ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത് എന്ന് നോക്കിട്ടോ. എന്താ അമ്മയ്ക്ക് നാണാവുന്നില്ലേ എന്നൊക്കെ വിളിച്ച് പറയാം? അമ്മയ്ക്കൊരു ഡിഗ്നിറ്റി ഇല്ലേ? എന്താ അമ്മ അങ്ങനെ പറയുന്നത്? അമ്മ ആരാ എന്ന് ചോദിക്കൂട്ടോ. പെട്ടെന്ന് വൈജയന്തിക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ. ഞാൻ ചോദിച്ചാൽ എന്താ തെറ്റ്? അമ്മ ആരാ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് എന്ന് പറയട്ടോ. അങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് വൈജയന്തി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും കേട്ടോ. വൈജയന്തി പോയതിന് ശേഷം ബബിന്ദരെയും രോഹിത്തിൻ്റെ അടുത്തേക്ക് കൃഷ്ണമോള് വരികയാണ്. ചേച്ചി ഫുഡ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾ വന്ന് കഴിക്കുന്നുണ്ടോ എന്ന് നോക്കുമ്പോൾ നീ പോയി കഴിച്ചാൽ മതി അടി, എനിക്ക് വേണ്ടാന്ന് രോഹിത്ത് പറയട്ടോ. ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയും. അപ്പോൾ ചേച്ചി നല്ല ടേസ്റ്റുള്ള ഫുഡാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്, അതിൽ കുറച്ച് സ്നേഹവും കൂടിയുണ്ട്, നിങ്ങൾ വന്ന് കഴിക്കുമെന്ന് പറയട്ടോ. പിന്നെ അവൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അമൃതല്ലേ എന്ന് ബബി പറയുകയാണേ. അതെ അമൃത് തന്നെയാണ്, നിങ്ങളത് കഴിച്ചു നോക്ക്, ചേച്ചിയുടെ സ്നേഹം കൂടെ കിട്ടും. നിങ്ങൾക്ക് അതിനുള്ള യോഗം ഉണ്ടായില്ല, എനിക്കതിന് നേരത്തെ യോഗം ഉണ്ടായെന്ന് പറയും.